നമസ്കാരം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. പിണറായി സർക്കാർ നടത്തിയ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായ കരുവന്നൂർ കേസിൽ CPM-നെതിരെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ റിപ്പോർട്ട് ED-ക്ക് നൽകിയത് CPM പ്രവർത്തകൻ. CPM-നകത്തുനിന്ന് തന്നെയാണ് കരുവന്നൂർ കേസ് പുറത്തു വന്നിരിക്കുന്നതെന്നും സ്വന്തം പാർട്ടി നേതാക്കൾക്ക് പോലും പിണറായിയെ വിശ്വാസമില്ലാതായി എന്നും മനസ്സിലാക്കുന്നു. പിണറായി ഭരിക്കുന്ന കമ്മ്യൂണിസത്തെയും വിശ്വാസമില്ലാതായി നേതാക്കൾക്ക്. സഖാക്കന്മാരെ ബോംബെറിയാനും തല്ലാനും കൊല്ലാനും മാത്രം ഉപയോഗിക്കുമ്പോൾ പിറകിൽ നിന്ന് ഇങ്ങനെ പണി കിട്ടുമെന്ന് സഖാക്കൾ ആരും തന്നെ കരുതിയിരുന്നില്ല. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രം അവതരിപ്പിച്ച 31 പേജുകൾ അടങ്ങുന്ന കരുവന്നൂർ തട്ടിപ്പ് എങ്ങനെ ED-യുടെ കയ്യിലെത്തി എന്നത് തുടക്കം മുതൽ തന്നെ ഉയരുന്ന ഒരു ചോദ്യമായിരുന്നു. CPM പാർട്ടി തന്നെയാണ് ഇക്കാര്യം ചോർത്തിയതെന്നും CPM-ൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം കണ്ടെത്തിയതെന്നും ഒറ്റുകാർ കൂടെ ഉണ്ടെന്നും പാർട്ടി തന്നെ പുറത്തു പറയുന്നു. ED ഇത് കണ്ടെത്തിയതോടെ ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് PK ബിജുവിനെയും MM വർഗീസിനെയും PK ഷാജനെയും ചോദ്യം ചെയ്യുന്നത്. കരുവന്നൂരിലെ അന്വേഷണ റിപ്പോർട്ട് ഇല്ലെന്ന് പറയാനായിരുന്നു പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ED-യുടെ കൈവശം ഇതുണ്ടെന്ന് അറിഞ്ഞതോടെ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകുന്ന വമ്പൻ ബാങ്ക് കൊള്ളയായി കരുവന്നൂർ മാറുകയായിരുന്നു. അന്വേഷണം ഉണ്ടായാൽ റിപ്പോർട്ട് ഇല്ലെന്ന് പറയാനിരുന്ന CPM സഖാക്കൾക്ക് 31 പേജുകൾ അടങ്ങുന്ന റിപ്പോർട്ട് ED-യുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞതോടെ വെട്ടിലാവുകയായിരുന്നു. BJP-യെ തളയ്ക്കാൻ മാത്രം നോക്കിയിരുന്ന സഖാക്കൾ സ്വന്തം പാർട്ടിയിലെ പുഴുക്കുത്ത് മനസ്സിലാക്കിയില്ല. പാർട്ടിയുടെ തനി സ്വഭാവം മനസ്സിലാക്കി സഖാക്കൾ തന്നെ ഒറ്റുമ്പോൾ CPM എന്ന പാർട്ടിയുടെ തകർച്ചയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനെയുമാണ്. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കരുവന്നൂർ പുറത്തു വന്നതോടെ കണ്ടെത്തിയത്. 2021 മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു. 10 അംഗങ്ങൾക്കും പകർപ്പ് നൽകി, മറ്റാർക്കും കൊടുത്തിരുന്നില്ല. പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി. മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടുകളായിരുന്നു CPM സഖാക്കൾ ഒറ്റി ED-യുടെ കയ്യിലെത്തിച്ചത്. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. തൃശൂർ ജില്ലയിൽ മാത്രം വിവിധ സഹകരണ ബാങ്കിലായി CPM-ന് 81 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം. ഇതിൽ 5 കണക്കുകൾ കരുവന്നൂരിലാണെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ 81 ബാങ്കുകളുടെ വിവരങ്ങൾ MM വർഗീസിനോട് ചോദിച്ചിരുന്നെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. തൃശൂർ ജില്ലയിലെ 91 ഇടങ്ങളിൽ CPM-ന്റെ വസ്തുക്കൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങളും MM വർഗീസിന് നൽകിയിട്ടില്ല. തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യലിനായി MM വർഗീസ് അടക്കമുള്ളവരെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.